ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ക്ലാസുകൾ നേടൂ. നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്തൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഒപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ കയറുക. അപ്പം വീണ്ടും രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡൈ ഡൈ എന്ന് പറയുന്ന വാക്കിനോട് കൂടി നമുക്ക് ഏതൊക്കെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം? ഓഫ് ഉപയോഗിക്കാം, ഫ്രം ഉപയോഗിക്കാം, ഫോർ ഉപയോഗിക്കാം, അല്ലേ? അപ്പൊ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? ഇപ്പൊ ഡൈ എന്ന് വന്നിട്ട് ഡൈ എന്നോ ഡൈഡെന്നോ അല്ലെങ്കിൽ ഡൈയിങ് എന്നോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ വന്നിട്ട് ഒരു ഡാഷ് തരുന്നു. ആ ഡാഷിന് ശേഷം ഒരു ഡിസീസാണ്, ഒരു രോഗത്തിനെ കുറിച്ചാണ് പറയുന്നുവെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഓഫ് ഉപയോഗിക്കണം. ഇപ്പൊ ഡൈ ഓഫ് എ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസീസാണ് ഡാഷിന് ശേഷം വരിക. അപ്പം ആ ഡാഷിലാണല്ലോ നമ്മൾ പ്രിപ്പോസിഷൻ എഴുതേണ്ടത്. അപ്പം ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ഓഫ് എഴുതിക്കണം. ഡൈ ഓഫ് എ ഡിസീസ്. ഇപ്പൊ എക്സാമ്പിൾ, തൗസൻഡ്സ് ഡൈഡ് ഓഫ് പ്ലേഗ്. പ്ലേഗ് എന്ന് പറയുന്നത് ഒരു മാരകമായ അസുഖമായിരുന്നു. ആ അസുഖത്താൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തൗസൻഡ്സ് ഡൈഡ് ഓഫ് പ്ലേഗ്, അവിടെ എന്താ നമ്മൾ ഡൈഡിന് ശേഷം ഓഫ് എഴുതാൻ കാരണം പ്ലേഗ് എന്ന് പറയുന്നത് ഒരു മാരകമായ അസുഖമായിരുന്നു. അപ്പൊ അങ്ങനെ മാരകമായ അസുഖമായതുകൊണ്ട് ആ അസുഖത്തിന്റെ മുന്നിൽ നമ്മൾ ഓഫ് ഉപയോഗിക്കണം. എന്തിനെ കുറിച്ച് പറയുമ്പോൾ ഡൈ എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമ്മൾ ഓഫ് ഉപയോഗിക്കണം എപ്പോൾ നമ്മൾ ഈ പറയുന്ന അസുഖത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പൊ ഡൈഡ് ഓഫ് പ്ലേഗ്, തൗസൻഡ്സ് ഡൈഡ് ഓഫ് പ്ലേഗ് എന്ന് വരും. ഇനി അടുത്ത് നോക്കാം, ഡൈ ഫ്രം ഓവർ വർക്ക്. നമ്മൾ ഡൈക്ക് ശേഷം ഫ്രം എന്ന് പറയുന്ന പ്രൊസിഷൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഓവർ വർക്ക്, ഏതെങ്കിലും കഠിനാധ്വാനം, ഓവറായിട്ട് ജോലി ചെയ്ത് മരണത്തിന് കീഴടങ്ങിയാണെങ്കിൽ നമ്മൾ ഡൈ ഫ്രം ഓവർ വർക്ക് എന്ന് പറയും. എക്സാമ്പിൾ, മഹേഷ് ഡൈഡ് ഫ്രം ഹിസ് ഹാർഡ് വർക്ക്. അവന്റെ കഠിനാധ്വാനം കൊണ്ട് മഹേഷ് എന്ത് ചെയ്തു? മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മഹേഷ് ഡൈഡ് ഫ്രം ഹിസ് ഹാർഡ് വർക്ക്. അപ്പൊ ഫ്രം അവിടെ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഹാർഡ് വർക്ക് എന്ന് നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്രം ഉപയോഗിച്ചത്. ഇനി അടുത്ത ഡൈ ഫോർ എ കോസ്. ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെ, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കാരണത്തിന് വേണ്ടി നമ്മൾ മരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫോർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഡൈ ഫോർ എ കോസ്, ഫോർ. അപ്പൊ എക്സാമ്പിൾ നോക്കാം, തൗസൻഡ്സ് സ്ട്രഗിൾഡ് ആൻഡ് ഡൈഡ് ഫോർ ഇന്ത്യാസ് ഫ്രീഡം. ആയിരക്കണക്കിന് ആൾക്കാർ പോരാടുകയും മരിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടി? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അപ്പൊ അവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കാരണം, ഒരു കോസാണ്, ഒരു ലക്ഷ്യമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി മരിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫോർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഡൈ എന്ന് പറയുന്ന വാക്കിനോട് കൂടി നമുക്ക് ഓഫ് ഉപയോഗിക്കാം, ഫ്രം ഉപയോഗിക്കാം, ഫോർ ഉപയോഗിക്കാം. പരീക്ഷയ്ക്ക് വരുമ്പോൾ ഡൈക്ക് ശേഷം ഈ പറയുന്ന ഡാഷിന് ഡൈ വന്നു, പിന്നെ ഡാഷ് വരും. ആ ഡാഷിന് ശേഷം ഒരു ഡിസീസ് ആണെങ്കിൽ നമുക്കവിടെ ഓഫ് ഉപയോഗിക്കാം. ഇനി ഡൈക്ക് ശേഷം അല്ലെങ്കിൽ ആ ഡാഷിന് ശേഷം വരുന്നത് ഒരു ഈ പറയുന്ന പോലെ ഹാർഡ് വർക്ക് കൊണ്ട്, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജോലി കൊണ്ട് മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ഫ്രം ഉപയോഗിക്കാം. ഇനി ഒരു കോസ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ലക്ഷ്യമോ കാരണമോ ഒക്കെ ആണെങ്കിൽ നമുക്കവിടെ ഫോർ ഉപയോഗിക്കാം. അപ്പൊ ഡൈ ഓഫ് എ ഡിസീസ്, ഡൈ ഫ്രം ഓവർ വർക്ക്, ഡൈ ഫോർ എ കാസ്. ഇനി അടുത്ത് നോക്കാം, ഡിസപ്പോയിന്റഡ്. ഡിസപ്പോയിന്റഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് വിത്ത് ഉപയോഗിക്കാം, അറ്റും ഉപയോഗിക്കാം. നമ്മൾ വിത്ത് എപ്പോഴായിരിക്കും ഉപയോഗിക്കുക? നമ്മൾ ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇപ്പൊ ഡിസപ്പോയിന്റഡ് വന്നു, അവിടെ ഡാഷ് വന്നിട്ട് ആ ഡാഷിന് ശേഷം ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ, ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് വിത്ത് ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഷീ വാസ് ഡിസപ്പോയിന്റഡ് വിത്ത് ഹെർ സൺ ഇൻ ഹിസ് ബാഡ് പെർഫോമൻസ് ഇൻ ദ എക്സാം. അപ്പൊ ഡിസപ്പോയിന്റഡ് വിത്ത് ഹെർ സൺ. ഹെർ സൺ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണല്ലോ, അവളുടെ മകൻ.
അപ്പോൾ അത് വ്യക്തിയാണ്. അങ്ങനെ വ്യക്തി ഒരു പേഴ്സൺ വന്നതുകൊണ്ടാണ് അവിടെ വിത്ത് നമ്മൾ ഉപയോഗിച്ചത്. അടുത്ത് നോക്കാം, ഡിസപ്പോയിന്റഡ് അറ്റ് സംതിങ്. നമ്മൾ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ നിരാശപ്പെടുകയാണെങ്കിൽ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. ഒരു വ്യക്തിയെ വെച്ച് നമ്മൾ നിരാശപ്പെടുന്നുവെങ്കിൽ നമുക്ക് വിത്തും, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നിരാശ വരികയാണെങ്കിൽ നമുക്കവിടെ അറ്റും ഉപയോഗിക്കാം. ഇപ്പോൾ ഡിസപ്പോയിന്റഡ് അറ്റ് സംതിങ്. അപ്പം അങ്ങനെ ആകുമ്പോൾ മാധവ് ഈസ് ഡിസപ്പോയിന്റഡ് അറ്റ് ദ ബാഡ് റെസ്പോൺസ് ഓഫ് ഹിസ് സ്റ്റാഫ്. അവൻ്റെ സ്റ്റാഫിൻ്റെ ബാഡ് റെസ്പോൺസ്, അത്ര നല്ലതല്ലാത്ത പ്രതികരണത്തിൽ അവൻ നിരാശപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബാഡ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, സംതിങ്, ഒരു എന്തോ ഒരു കാര്യമാണല്ലോ, ഒരു വ്യക്തിയല്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ അറ്റ് ഉപയോഗിച്ചത്. അപ്പം മാധവ് ഈസ് ഡിസപ്പോയിന്റഡ് അറ്റ് ദ ബാഡ് റെസ്പോൺസ് ഓഫ് ഹിസ് സ്റ്റാഫ് എന്നാണ് ഇവിടെ പറയാം. അപ്പം നമുക്ക് ഡിസപ്പോയിന്റഡിൻ്റെ കൂടെ വിത്ത് ഉപയോഗിക്കാം, അറ്റ് ഉപയോഗിക്കാം. വിത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും, ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ നമുക്ക് വിത്ത് ഉപയോഗിക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഡിസപ്പോയിന്റഡ് കൂടെ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അടുത്ത് നോക്കാം, അപ്പോളജൈസ്. അപ്പോളജൈസിന്റെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ടു ഉപയോഗിക്കാം, പിന്നെ ഫോർ ഉപയോഗിക്കാം. അപ്പോളജൈസിന്റെ കൂടെ നമുക്ക് ടു നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, സമ്മൺ, ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ടു ഉപയോഗിക്കാം. എന്നാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അപ്പോളജൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫോർ ഉപയോഗിക്കാം. ഇത് അപ്പോളജൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നത്, റിപ്പൻറ്റ്, അതായത് പശ്ചാത്തപിക്കുക എന്നൊക്കെ അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം നാൻസി അപ്പോളജൈസ്ഡ് ടു മോഹൻ ഫോർ ഹിസ് മിസ്റ്റേക്ക്. അപ്പോൾ ടു വരാൻ കാരണം എന്താ, മോഹൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ വന്നതുകൊണ്ടാണ് അവിടെ ടു നമ്മൾ ഉപയോഗിച്ചത്. അപ്പം നാൻസി അപ്പോളജൈസ്ഡ് ടു മോഹൻ, മോഹനോട് അപ്പോളജൈസ് ചെയ്തു. ഫോർ ഹർ മിസ്റ്റേക്ക്, അവളുടെ തെറ്റിന് വേണ്ടി ക്ഷമ ചോദിച്ചു, ക്ഷമാപണം നടത്തി എന്നൊക്കെയാണ്. ഈ അപ്പോളജൈസ് ഫോർ സംതിങ്, ദേ അപ്പോളജൈസ്ഡ് ഫോർ ദ ഡിലേ. എന്താണ് ഡിലേ എന്ന് പറയുമ്പം ഒരു കാര്യം, ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർ ഉപയോഗിക്കാൻ കാരണം. അപ്പം ദേ അപ്പോളജൈസ്ഡ്, അവർ ക്ഷമാപണം ചോദിച്ചു. എന്തിനോട്, ഫോർ ദ ഡിലേ, ആ ഡിലേക്ക്, ആ വന്ന താമസത്തിൽ അവർ അല്ലെങ്കിൽ അപ്പോളജൈസ് ചെയ്തു എന്ന് ഉദ്ദേശിക്കും. അപ്പോൾ നമുക്ക് അപ്പോളജൈസിന്റെ കൂടെ ടു ഉപയോഗിക്കാം, ഫോർ ഉപയോഗിക്കാം. അപ്പോളജൈസ് ടു സമ്മൺ, അപ്പോളജൈസ് ഫോർ സംതിങ്.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ, ഈ ചാനലിലെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ഓർഡറായി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.